ഇപ്പം നമ്മൾ സാധാരണ എടുക്കുന്നത് സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ പഞ്ചിങ്, കിക്കിങ്, പല രീതിയിലുള്ള വീഡിയോസും നമ്മൾ എടുക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ വിചാരിച്ചൊരു വേറൊരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു വീഡിയോ എടുക്കാം. ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ജെൻസ് അല്ലെങ്കിൽ ആണുങ്ങളുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബൂം ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പല രീതിയിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ വെറുതെ ഓടാൻ പോകുന്നു, സ്വിമ്മിങ്ങിന് പോകുന്നു, സൈക്ലിങ്ങിന് പോകുന്നു, ഞങ്ങളെപ്പോലെ മാർഷൽ ആർട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ഫിറ്റ്നസ് ചെയ്യാം. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ജിം അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ളൊരു ഫിറ്റ്നസ്സാണ്. അപ്പം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ പറയാം, നമ്മളിത് ആരെയും പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് അല്ല എന്നുള്ള ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ജിമ്മിൽ പോകുന്നത് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാനിവിടെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തീരത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺനാച്ചുറലായിട്ടുള്ള മാസ് ഗെയിനിങ് അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ഫെയിമിന് വേണ്ടി നമ്മൾ പല പിള്ളേരും, പല യങ്സ്റ്റേഴ്സ് മാത്രമല്ല പല രീതിയിലുള്ള പ്രായമുള്ള ആൾക്കാരുൾപ്പെടെ ഈ പറഞ്ഞ പോലെ സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ ആനബോളിക്സ് എന്ന് പറയും, ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിൻ്റെ ദോഷങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എവിടെയാണ്? നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു. അപ്പോൾ ഒരു സിനിമയെ കാണുന്നു, ഇതിനു മുമ്പേ ആ നടൻ മെലിഞ്ഞിരിക്കുന്നു, പെട്ടെന്ന് ആ നടൻ ഈ സിനിമയിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര ജിമ്മായി, ബോഡിയിൽ കട്ടിങ്സൊക്കെ വന്നു, മാസമുണ്ട്. ആ വ്യക്തി പറയുന്നു ഞാൻ 5 മാസം കൊണ്ട് ചെയ്തു, 6 മാസം കൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ജിമ്മിൽ പോയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം, നമ്മൾ എത്ര ജിമ്മിൽ പോയാലും ഈ പറയുന്ന പോലെ ആ സിനിമാ നടൻ ആയ പോലെ ഒരിക്കലും ആവാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടെന്നുള്ള കാര്യം ഈ പറഞ്ഞ നടന്മാർ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി നമുക്ക് പുറത്ത് ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ അവർക്ക് മിനിമം ടൈമിൽ ബോഡി ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ആ റോള് പോയി വേറൊരു ആൾക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല, പക്ഷേ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു നടനുണ്ട്, അമീർ ഖാൻ എന്ന് പറഞ്ഞാൽ. അമീർ ഖാനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും തരണ്ട. അമീർ ഖാൻ്റെ എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ, ദംഗൽ സിനിമ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏതാണ്ടൊരു 5 or 6 പ്രാവശ്യം കണ്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. പക്ഷെ അമീർ ഖാൻ്റെ അതിനകത്തുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ അതെന്താണ്? ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ജെഫ് സ്റ്റെഡ് എന്നാണ് പുള്ളിയുടെ പേര്. വലിയ പ്രായമൊന്നുമില്ല, കഷ്ടിച്ചൊരു 30 വയസ്സേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ബോഡി കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇത് ജിമ്മിൽ പോയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം, നമ്മളിതുപോലെ 1 വർഷമല്ല, അടുത്ത 10 വർഷം ഞാനും നിങ്ങളും ഇതേപോലെ ജിമ്മിൽ പോയി എത്ര മരിച്ചു കിടന്നടിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ബോഡി ഒരിക്കലും വരത്തില്ല. അതെന്താണ് വരാത്തത്? അപ്പം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു ജെനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന് പറയും. ഇപ്പോൾ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബയോളജിക്കൽ വാക്കാണ്. അതിനെക്കുറിച്ച് എനിക്കും അറിയത്തില്ല, കാരണം ഞാൻ ബയോളജി അത്രയും പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫിസിക്കലി ഈ പറഞ്ഞ പോലെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വെച്ചു. ഇപ്പോൾ ഈ ലിമിറ്റിൽ ഞാനിപ്പോൾ നിലവിലിരിക്കുന്ന ഈ താഴെ ഈ ലിമിറ്റാണ്. അപ്പം ഞാനിപ്പം വെയ്റ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യുന്നില്ല, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ സപ്പോസ് ഇതാണ് എൻ്റെ ലിമിറ്റ്, പക്ഷേ ഞാൻ ഇത്രയാണ് ഇരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ ഞാൻ വെയ്റ്റ് ട്രെയിനിങ് തുടങ്ങി, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് തുടങ്ങി, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ ചെയ്ത് ജിമ്മിൽ ഞാൻ ആഴ്ചയിൽ 5 ദിവസം പോയി തുടങ്ങാൻ പോകുമ്പോൾ ഞാനിപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ലിമിറ്റിൽ നിന്ന് ഞാൻ പയ്യെ ഈ ലിമിറ്റ് വരെ എത്താൻ പറ്റും. എപ്പോഴും ഒരു 4-5 വർഷം കഠിനാധ്വാനം, ഡയറ്റ്, അങ്ങനെ പല സാധനങ്ങളും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ലിമിറ്റ് വരെ എത്താൻ പറ്റും. പക്ഷേ ഈ ലിമിറ്റ് കടന്നിട്ട് ഞാൻ മേളിൽ ആകാശം വരെ എത്തണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സായിപ്പന്മാർ പറയുന്ന പോലെ അതൊരു വെറും ഒരു എന്താ പറയുക, ആണുങ്ങളുടെ ഒരു കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നമാണ്. ഇറ്റ്സ് എ ഡ്രീം, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരും സൃഷ്ടിക്കുന്ന ഒരു ലിമിറ്റാണ്. ഇപ്പോൾ ആ ലിമിറ്റിൻ്റെ കടന്നു പോകണമെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പം ഞാൻ ആദ്യം തന്നെ പറയാം, 3 കാര്യങ്ങളുണ്ട്. ഒന്ന് റിപ്റ്റ് എന്ന് പറയും. റിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ പിള്ളേർ പറയുന്നത് ബോഡിയൊക്കെ നല്ല കട്ടിങ്സ് ആയിട്ട് ഷേപ്പിലിരിക്കുന്നു, അതാണ് റിപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര സൈസ്, ഭയങ്കര മാസ്, ഇങ്ങനെ ഭയങ്കര ഹെഫ്റ്റി ലുക്ക്. പല നടന്മാരും ഇപ്പോഴും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും എല്ലാത്തിലും വരുമ്പോൾ മിക്ക യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈവൻ പ്രായമുള്ള ആക്ടേഴ്സ് വരെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്ക് റിപ്റ്റ്, രണ്ടാമത്തത് മാസ്, മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫുഡ്, സാധാരണ ഡയറ്റൊക്കെ ചെയ്തിട്ട്
കിട്ടുന്ന ബോഡി. അപ്പോൾ ഈ 3 സാധനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും 2 എണ്ണമേ കോമ്പിനേഷൻ വരത്തുള്ളൂ. അതായത് ഒന്നിൽ നാച്ചുറൽ പ്ലസ് റിപ്റ്റ്, അല്ലെങ്കിൽ നാച്ചുറൽ പ്ലസ് മാസ്. അപ്പം മാസ് പ്ലസ് റിപ്റ്റായി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? നാച്ചുറൽ പുറത്താവുന്നു, അപ്പം അൺനാച്ചുറലാണ്. അപ്പോൾ അൺനാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെ മാസ് ഗെയിൻ ചെയ്യുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ, അങ്ങനെ പല സാധനങ്ങളും യൂസ് ചെയ്യാം. അപ്പം ഈ സിനിമയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ 90s കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദി സിനിമകളിൽ ഈവൻ മലയാളത്തിലും ബോഡിയുടെ സൈസും ഷേപ്പിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം അന്നത്തെ കാലഘട്ടത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാൻ അറിയണം, കാണാൻ അത്യാവശ്യം ലുക്ക് വേണം, മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ടിരിക്കണം. ഇതായിരുന്നു അന്നത്തെ ആവശ്യം സിനിമ ഇൻഡസ്ട്രിയുടെ. അപ്പോൾ അന്നത്തെ നടന്മാരും ആ രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിൽ കാണുകയാണെങ്കിൽ അമീർ ഖാൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നോർമൽ, അതായത് ബിഫോർ 2000 കാലത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ബോഡി, അല്ലെങ്കിൽ ഇത്തിരി ഡയറ്റൊക്കെ ചെയ്യുന്നു, അത്യാവശ്യം പുഷപ്പൊക്കെ അടിക്കുന്നു, ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പം ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഈ പിക്ചർ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക, 2001 ആകുമ്പോഴത്തേക്ക് ലഗാൻ എന്ന് പറഞ്ഞ സിനിമ വന്നു. ലഗാൻ എന്ന് പറഞ്ഞ സിനിമയിൽ എന്താണ് കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ കുറവൊന്നും പറയുന്നില്ല, പുള്ളിയുടെ ആക്ടിങ്ങും പറയുന്നില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫേവററ്റ് ആക്ടർ അമീർ ഖാൻ തന്നെയാണ്. പക്ഷേ ലഗാൻ സിനിമയിൽ പുള്ളിയുടെ ബോഡീനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിറ്റായിട്ടുള്ള ഒരാളാണ്, അത്യാവശ്യം ഓടാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ബോഡി വെയ്റ്റ് വർക്കൗട്ട്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനിയും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ മംഗൽ പാണ്ഡെ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. മംഗൽ പാണ്ഡെയിൽ നമ്മൾ എന്താ കാണുന്നത്? ആളിച്ചൂടെ സൈസായി, എന്നാലും ആളുടെ ഒരു ബോഡി ഫാറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 10-15 ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു 18 വരെ ഒരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ള ഒരാളാണ്. അതായത് ബേസിക്കലി പുള്ളി ലഗാനിൽ നിന്ന് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള മാസമൊക്കെ കൂടിയിട്ടുണ്ട്. മാസ് കൂടിയെന്ന് പറഞ്ഞിട്ട് അയാൾ ഇഞ്ചക്ഷൻ എടുത്തെന്നാണോ അർത്ഥം? ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബോഡി മാസ് ഇപ്പോഴും ഉണ്ടനുസരിച്ച് ഫാറ്റും ഉണ്ട്. ബോഡി ഫാറ്റ് ഒരു 18 താഴെ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഷേപ്പൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്ക് പറയാം പുള്ളി നാച്ചുറലാണ്, അതുകൂടാതെ മാസും ഉണ്ട്. അപ്പോൾ റിപ്റ്റാണോ? അല്ല. കാരണം ഇത് നമുക്ക് കാണാം ആൾ ഭയങ്കര ഷേപ്പിലും കട്ടിങ്ങിലൊന്നും അല്ല, അപ്പോൾ റിപ്റ്റല്ല. ഇനി കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയി ഒരു 2008 കാലഘട്ടത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? പുള്ളിയുടെ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ആണ് ഗജനി എന്ന് പറഞ്ഞ സിനിമ. ഗജനിക്കകത്ത് വരുമ്പോൾ എന്താണ്, ആൾ ഭയങ്കര ഷേപ്പാണ്. ഇപ്പോൾ ആ ബോഡി നമുക്ക് കാണുകയാണെങ്കിൽ ഒരു 12% താഴെയാണ് ആ വ്യക്തിയുടെ ബോഡി ഫാറ്റ്. ഈ ബോഡി ഫാറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഡയറ്റ് ചെയ്യണം. നല്ലപോലെ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം. അതായത് വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യണം, കാർഡിയോ വാസ്കുലർ എക്സസൈസസും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം. അപ്പോൾ ബോഡി കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഷേപ്പാണ്, ആൾ ഫുള്ളി റിപ്റ്റാണ്. പക്ഷെ മാസ് എന്ന് പറഞ്ഞ സാധനം അധികം കൂടിയിട്ടില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ആ 3 ഫാക്ടറിൽ എന്താണ്, ആൾ ഭയങ്കര റിപ്റ്റാണ്, മാസ് കൂടിയിട്ടില്ല, അപ്പം നാച്ചുറലാണ്. അപ്പോൾ റിപ്റ്റാണ്, നാച്ചുറലാണ്. എന്നിട്ടും നമുക്ക് പറയാൻ പറ്റുമോ ഈ വ്യക്തി ഇവിടെ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്? ഒരിക്കലും ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മാസ് പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് പുള്ളി ഷേപ്പ് അല്ലെങ്കിൽ കട്ടിങ് പോലെ ആക്കി കഴിഞ്ഞത്. വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പിക്ചറിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂം 3 എന്ന് പറഞ്ഞൊരു സിനിമയിൽ അമീർ ഖാൻ്റെ മെയിൻ റോളാണ്. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ നമുക്കത് നമ്മൾ ആണുങ്ങൾ എല്ലാവരും കൊതിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. പെർഫെക്റ്റ് ചെസ്റ്റ്, പെർഫെക്റ്റ് ഹാൻഡ് ഷോൾഡർ സൈസ്, വയറെന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ട്രിംഡ്. ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞാൽ ഏകദേശം സിമിലർ ഗജനിയിലേലും കുറച്ചുകൂടെ ഒതുങ്ങി, ഗജനിയിൽ കുറച്ചുകൂടെ മാസം ഉണ്ടായിരുന്നു. ഇതിനകത്ത് കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്ലിമ്മായി, അതായത് പുള്ളിയുടെ മാസ് പുള്ളി ഒത്തിരി കുറച്ചു, കൂടുതൽ വർക്കൗട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി, ഡയറ്റും കൺട്രോൾ ചെയ്യുന്നു മനസ്സിലായി. അപ്പോൾ ഷേപ്പും അതിനനുസരിച്ച് പുള്ളിയുടെ കൂടിയിട്ടുണ്ട്, പക്ഷേ മാസ് പുള്ളിയുടെ കൂടിയിട്ടില്ല. അപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല പുള്ളി സ്റ്റെറോയിഡ് യൂസ് ചെയ്തെന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നാച്ചുറലാണ്, ഈ പറഞ്ഞ പോലെ റിപ്റ്റാണ്, പക്ഷേ മാസില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ റിപ്റ്റാവാം, മാസ് പിന്നെ നാച്ചുറൽ, ഈ 3 ഫാക്ടറിൽ 2 എണ്ണം കൊമ്പൈൻ ചെയ്തിട്ടുള്ളൂ. 3 ഫാക്ടറും ഒരുമിച്ച് ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ കൊമ്പൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത സാധനമാണ് ഡങ്കൻ. അപ്പം ഈ സംഭവത്തിൽ നമ്മൾ കാണുമ്പോൾ അമീർ ഖാൻ 2 രീതിയിലുള്ള റോള് കളിക്കുന്നുണ്ട്. ആദ്യത്തെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീർ ഖാൻ ഇത്തിരി പ്രായമുള്ള മനുഷ്യൻ, ഒരു ഫാദർലി റോളാണ് കളിക്കുന്നത്. ആ ഫാദർലി റോളിൽ പുള്ളിയുടെ ബോഡി പേർപ്പസ്ലി അല്ലെങ്കിൽ ആ റോളിന് വേണ്ടി പുള്ളി എന്ത് ചെയ്തു, തടി വെക്കാനാണ് മേളിൽ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് പറഞ്ഞനുസരിച്ച് പുള്ളി തടി വെച്ചു. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കിയത്, ടോട്ടലി ഔട്ട് ഓഫ് ഷേപ്പ് ഉള്ളൊരു മനുഷ്യനാണ്. പുള്ളിയുടെ വയറൊക്കെ ചാടിയിട്ടുണ്ട്, നെഞ്ച് ചാടിയിട്ടുണ്ട്, പുള്ളിയുടെ ബോഡി എല്ലാം ടോട്ടലി ഔട്ട് ഓഫ് ഷേപ്പാണ്. ഒരിക്കലും ഫിറ്റ്നസ് ചെയ്യാത്ത ഒരാളെ പോലെ ആയി പുള്ളി. ഇനി ഈ സിനിമയുടെ ഒരു അടുത്ത ഭാഗമുണ്ട്. ഈ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്, അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൂട്ടിംഗ് പ്രകാരം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആദ്യം ഈ തടിയുള്ള റോളാണ് അവർ ഷൂട്ട് ചെയ്തെടുത്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബോഡിയുള്ള റോൾ. പക്ഷേ നേരെ മറിച്ച് സിനിമയിൽ അവർ റിവേഴ്സാണ്. അത് പോട്ടെ, അത് സിനിമയുടെ കഥ. പക്ഷെ അത് അടുത്ത ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ തടിയുള്ള മനുഷ്യൻ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ആയെന്നാണ് അവകാശപ്പെടുന്നത്. वहाँ जाके मैं क्या करता था, दिन भर में मैं करीबन 7 से 8 घंटा वर्कआउट करता था. जैसे आदमी काम पे जाता ना, वैसे आपकी मतलब ड्यूटी थी. हाँ, तो शुरुआत में करता था ट्रैक से. माउंटेन पे आप ट्रैकिंग जाते हैं, पैदल चढ़ते हैं आप, तो वो 3-3.5 घंटा मैं वो करता था रोजाना. हाँ, सुबह 3-3.5 घंटा माउंटेन ट्रैकिंग. हाँ, मैं सुबह को निकलता था और मैं पहुंचता था 11:30 बजे वापस. उसमें गाड़ी का भी समय ले लीजिए आप, क्योंकि गाड़ी से हम जाते थे माउंटेन के पास, वहां पे करते थे. तो पूरा जो सफर था वो 7 से 12 कितना हुआ, 5 घंटे. 5 घंटे में से एक्चुअल जो ट्रैकिंग होती थी वो 3-3.5 घंटा होती थी. मैं 12 बजे वापस आके मैं खाना खाता था. अच्छा, ब्रेकफास्ट हमारे ट्रैक पे ही होता है. हम 7 बजे निकलते हैं, ट्रैक पे आधे पॉइंट पे जाके हम ब्रेकफास्ट ब्रेक लेते हैं. हमारा ब्रेकफास्ट हम साथ में लेके चलते हैं बैकपैक में. 12 बजे मैं खाना खाता था, फिर मैं 2 बजे तक मैं रेस्ट करता था. 12 से 2 खाना खाने के बाद मैं 2 बजे तक रेस्ट करता था. 2 बजे मैं जाता था वेट ट्रेनिंग करने के लिए जिम में. 2 से 3, 3 से 4 में स्विमिंग पूल में जाता था. वहां पे कार्डियो एक्सरसाइज होते हैं स्विमिंग पूल में, वो कराते हैं. स्विमिंग पूल के अंदर, स्विमिंग पूल के अंदर आपको दौड़ाते हैं, अलग अलग चीजें कराते हैं. तो 3 से 4 वो होता था. 4 बजे के बाद या तो मैं साइकिलिंग जाता था 2 घंटा, तो 4 से 6 वो हो जाता था, या मैं टेनिस खेलता था 2 घंटा. वो भी एक्सरसाइज. हाँ, वो भी एक्सरसाइज है. फिर उसके बाद जब ये पूरा हो जाता था, फिर दिन को एंड करने के लिए मैं 2 घंटे की वॉक लेता था. Oh my God. उसके इर्द गिर्द. तो करीबन 7 से 8 घंटा डेली मैं कुछ ना कुछ अलग तरीके की एक्सरसाइज करते रहता था, जिसको हम बोलते हैं कैलोरी बर्न. ഇപ്പം നമ്മൾ കണ്ട വീഡിയോയിൽ അമീർ ഖാൻ ഹിന്ദിയിൽ ഇന്റർവ്യൂവറിൻ്റെ അടുത്ത് പറയുന്നത്, ഇപ്പം ഹിന്ദി മനസ്സിലായവർക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഏകദേശം ഒരു ദിവസം 7-8 മണിക്കൂർ ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്തു. എങ്ങനെയാണ് വർക്കൗട്ട് സ്പ്ലിറ്റ് ചെയ്തു? 3 മണിക്കൂർ ജിമ്മിൽ പോയി ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്തു, 2 മണിക്കൂർ മലയുടെ മേളിൽ ട്രക്കിങ്ങിന് പോയി, പിന്നെ സൈക്ലിങ്ങിന് ചവിട്ടുന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ സ്വിമ്മിങ്ങിന് പോയി. ഇതെല്ലാം കേൾക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭയങ്കര ബയോളജിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഹ്യൂമൻ ബോഡീനെ കുറിച്ച് അറിയേണ്ട, വെയിറ്റ് ട്രെയിനിങ്ങും അറിയേണ്ട, ഒരേ ഒരു സാധനം യൂസ് ചെയ്താൽ മതി. നമ്മുടെ മനുഷ്യനുള്ള സാമാന്യ മൂള അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം. കോമൺ സെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ 7-8 മണിക്കൂർ ഇത്രയും ഹാർഡ് കോർ വർക്കൗട്ട് ചെയ്താൽ, അങ്ങനെ ഒരു മനുഷ്യൻ അഥവാ ചെയ്താൽ, പ്രൊഫഷണൽ ഒരു ട്രെയിനറിൻ്റെ അടുത്ത് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം അടുത്ത 4 ദിവസം നമ്മൾ കിടക്കേന്ന് എഴുന്നേക്കില്ല. അത്രയ്ക്ക് ക്ഷീണമായിരിക്കും, നമ്മുടെ ദേഹത്ത് എല്ലായിടത്തും വേദനയായിരിക്കും, നമുക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥയും കാണത്തില്ല. അപ്പോൾ അമീർ ഖാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇനി അടുത്ത വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അമീർ ഖാൻ്റെ പ്രധാനപ്പെട്ട ട്രെയിനേഴ്സ് അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കുക. This is Rahul Bhatt, one of Aamir Khan's trainer. Well, the training in the cut down phase, it lasted about 15 week preparation time, and weight training about an hour and a half a day. Cardiovascular activity separately an hour a day, and maybe if he's feeling up to it, then another sporting activity like he's fond of badminton or squash or tennis, so he used to get in that. So all in all, on a good day, about 3 hours of activity. This is Aamir Khan's second trainer. In a week you can lose 1 kilo. In 4 weeks you'll lose what? 4 kgs. In 24 weeks how many you'll lose? 24 kilos? Correct. So it's not a big target. इस सब चीज़ों के लिए I don't think so you need a steroid. ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആ വ്യക്തി പറയുന്നതെന്ന് പറഞ്ഞാൽ അമീർ ഖാൻ ഒരു ദിവസം 2-3 മണിക്കൂർ രാവിലെയും വൈകുന്നേരമായിട്ട് ജിമ്മിൽ വന്ന് നല്ലപോലെ വർക്കൗട്ട് ചെയ്യും, നല്ല കഷ്ടപ്പെട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 2 സാധനത്തിൻ്റെ നിങ്ങൾക്ക് എന്താണ് ഒരു കോറിലേഷൻ അല്ലെങ്കിൽ ഒരു മിക്സപ്പ് മനസ്സിലായത്? അമീർ ഖാൻ പറയുന്നത് 7-8 മണിക്കൂർ പുള്ളി ജിമ്മിൽ പോയിട്ട് ഈ മാതിരി കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തു. പുള്ളിനെ ട്രെയിൻ ചെയ്ത അതൊരു വളരെ വലിയൊരു ട്രെയിനറാണ്, ഒരു നാഷണൽ ലെവൽ ട്രെയിനറാണ്. ആ വ്യക്തി പറയുന്നതെന്ന് പറഞ്ഞാൽ അമീർ ഖാൻ ദിവസവും 2-3 മണിക്കൂറോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന പിക്ചറിൽ അമീർ ഖാൻ എങ്ങനെ ബോഡി വെച്ചു, അതിന് സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ പിക്ചറിൽ നാം കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ 3 വാക്ക്: നാച്ചുറൽ, റിപ്റ്റ്, മാസ്. ഈ 3 സാധനത്തിൽ നിങ്ങൾക്ക് ഈ പിക്ചർ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ആൾ ഹൈലി റിപ്റ്റാണ്, ഭയങ്കര ഷേപ്പാണ്.
അതുകൂടാതെ ഹൈ മാസ് കയറിയിട്ടുണ്ട്. ഹൈ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20-22 പൗണ്ട്, അതായത് 10-12 കിലോ എക്സ്ട്രാ കയറിയിട്ടുണ്ട്. എന്ത് കയറി? വെറുതെ ഫാറ്റ് അടിച്ച് കയറ്റി അല്ലെങ്കിൽ ചുമ്മാ തടി വെച്ചെന്നല്ല പറഞ്ഞത്. പ്യോർ ലീൻ ടിഷ്യൂ അല്ലെങ്കിൽ ലീൻ മസിൽ മാസ് എന്നാണ് പറയുന്നത്. പ്യോർ ലീൻ മസിൽ മാസ് 10-12 കിലോ ഇത്രയും ടൈമിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു എക്സ്പ്ലനേഷനേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഡോക്ടറിൻ്റെ അടുത്ത് എവിടെ വേണമെങ്കിലും പോയി ചോദിക്കാം. അതിന് പറയുന്നത് അനബോളിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അനബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയും. അപ്പോൾ സ്റ്റിറോയിഡ് പല ടൈപ്പ് ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാനൊരു ഡോക്ടറും അല്ല. അപ്പോൾ സ്റ്റിറോയിഡ്സ് സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് നമ്മൾ മാസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ സാധാരണ മനുഷ്യന് കഴിക്കുന്നതിലും വളരെയധികം ഹൈ എക്സസ് കണ്ടൻറ്റ് നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡറിൻ്റെ കൂട്ടത്തിൽ തന്നെ ടെസ്ട്രോസ്ട്രോൺ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ടെസ്ട്രോസ്ട്രോൺ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ആണായിട്ടിരിക്കുന്നതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്ട്രോസ്ട്രോൺ ആണ്. അപ്പം നമ്മൾ ഈ ടെസ്ട്രോസ്ട്രോൺ എന്ന് പറയുന്ന സാധനം എന്താണ്? അപ്പം 2 ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. പൊതുവേ നമ്മൾ പണ്ട് ബയോളജി ക്ലാസ്സിൽ ഉൾപ്പെടെ പഠിക്കുന്ന 2 മെയിൻ ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെസ്ട്രോസ്ട്രോൺ, പിന്നെ രണ്ടാമത്തത് ഈസ്ട്രജൻ. അപ്പോൾ ടെസ്ട്രോസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാൻ അല്ലെങ്കിൽ മാൻലി ക്യാരക്ടേഴ്സ്, ദേഹത്ത് മുടി വരുന്നു, അല്ലെങ്കിൽ മസിൽ മാസ്, അല്ലെങ്കിൽ നമ്മൾക്ക് മാൻലി ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ ഹോർമോണാണ് ടെസ്ട്രോസ്ട്രോൺ. അതേപോലെ തന്നെ സ്ത്രീകളുടെ മെയിൻ ഹോർമോൺ, അല്ലെങ്കിൽ അവർ സ്ത്രീത്വം അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറഞ്ഞ സാധനം വരുന്നത് ഈസ്ട്രജൻ ഹോർമോണിൽ കൂടാണ് ഈ സ്ത്രീകൾക്ക് മെയിനായിട്ട് സ്ത്രീ ആവുന്നത്. അപ്പോൾ ഒരു 35 വയസ്സ് കഴിയുമ്പം പൊതുവായിട്ട് എല്ലാ ആണുങ്ങൾക്കും പയ്യെ ടെസ്ട്രോസ്ട്രോൺ ലെവൽ ബോഡിയിൽ നിന്ന് ഡ്രോപ്പ് ആവും. അപ്പോൾ അത് നാച്ചുറലി എങ്ങനെ നമ്മൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കുക. ഈ പറയുന്ന പോലെ ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ടെസ്ട്രോസ്ട്രോൺ ലെവൽ പല രീതിയിലും ബൂസ്റ്റ് ആവും. പക്ഷേ ആ ബൂസ്റ്റ് ആവുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ വരാം, അതാണ് നമ്മുടെ ലിമിറ്റ്. അല്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു ജനറ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഇവിടുന്ന് നേരെ നമുക്ക് പർവ്വതത്തിലേക്കൊന്നും പോകാനൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അമീർ ഖാൻ എന്ന് പറഞ്ഞ ആൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഏകദേശം എൻ്റെ ഓർമ്മയിൽ 50 വയസ്സിൻ്റെ മേളിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ 50 വയസ്സിൻ്റെ മേളിലുള്ള ഒരാൾക്ക് ടെസ്ട്രോസ്ട്രോൺ പ്രൊഡക്ഷൻ നാച്ചുറലി വളരെ അധികം ഡൗൺ ആയിരിക്കും. അപ്പോൾ ആ വ്യക്തി ഇത്രയും തടിയുള്ള ഒരു ശരീരത്തിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ 7-8 മണിക്കൂറെന്ന് പുള്ളി അവകാശപ്പെടുന്നു, പെട്ടെന്ന് അങ്ങോട്ട് ബൂസ്റ്റായി പഴയ ശക്തിമാൻ്റെ ബോഡി പോലെ ഭയങ്കര ജിമ്മും ഭയങ്കര ഹൈ മാസും അതും 10-12 കിലോ കൂട്ടുന്നു. അപ്പോൾ അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എൻ്റെ അറിവിൽ കോമൺ സെൻസ് യൂസ് ചെയ്ത എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും, ടെസ്ട്രോസ്ട്രോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് പുള്ളി കള്ളം പറയുന്നു? അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പുള്ളിയുടെ ഗതികേടായിരിക്കാം. പുള്ളിക്ക് അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞാണ് ഇന്ന ടൈമിനുള്ളിൽ നിങ്ങളിങ്ങനെ ബോഡി ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും. ട്രാൻസ്ഫോം ചെയ്തില്ലെങ്കിൽ എന്നാൽ പിന്നെ വേറെ നടനെ അവർ നോക്കുമായിരിക്കും. അപ്പോൾ പുള്ളി ചെയ്തത് തെറ്റാണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പുള്ളിനെ കുറ്റം പറയത്തില്ല. പുള്ളിയുടെ സിനിമയ്ക്ക് വേണ്ടി, പുള്ളിയുടെ റോളിന് വേണ്ടി പുള്ളിക്ക് അതിൻ്റെ ചെയ്യേണ്ട ആവശ്യം വന്നു. പക്ഷേ പുള്ളി കള്ളം പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചെറുപ്പക്കാർ ഇതും കണ്ടുകൊണ്ട് അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ, കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് മാസ് കയറും. ശരിയാണ്, മാസ് കയറുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ദോഷങ്ങൾ എന്തായിരിക്കും അത് നിങ്ങളുടെ അടുത്ത ഈ ഒരു വ്യക്തിയുടെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഈ വ്യക്തിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. ആളുടെ പേര് റോണി കോൾമാൻ എന്നാണ്. അതായത് പഴയ ഒരു നടനുണ്ട്, ഈ പറഞ്ഞ പോലെ ഹോളിവുഡിലൊരു നടനുണ്ട്, അർണോൾഡ് എന്ന് പറയും. അർണോൾഡിനെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അർണോൾഡ് എന്ന് പറഞ്ഞാൽ 7 ടൈം മിസ്റ്റർ യൂണിവേഴ്സാണ്. അർണോൾഡിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ് കാണിക്കുന്ന റോണി കോൾമാൻ. ഈ പുള്ളി 8 ടൈംസ്, അതായത് ലാസ്റ്റ് 2018 പുള്ളി മിസ്റ്റർ യൂണിവേഴ്സിൽ കോമ്പറ്റീഷനിൽ ജയിച്ചത്. അതായത് 8 പ്രാവശ്യം മിസ്റ്റർ യൂണിവേഴ്സ് ആയ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ ബോഡി കാണുമ്പം എന്താ മനസ്സിലാക്കുന്നത്? പുള്ളി തന്നെ ഓപ്പണായിട്ട് സമ്മതിച്ചിട്ടുണ്ട്, പുള്ളി ഹൈ സ്റ്റെറോയിഡ്സും ടെസ്ട്രോസ്ട്രോൺ ഇഞ്ചക്ഷനും ആനബോളിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ബോഡി മാസും ഷേപ്പും എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഇത് ഇപ്പം എന്തോ സംഭവിക്കുന്നത്? ഇപ്പം എന്താണ് പുള്ളിയുടെ സ്ഥിതി? ഇപ്പോൾ പുള്ളിയുടെ സ്ഥിതി കാണണമെങ്കിൽ അടുത്ത ഞാൻ കാണിക്കുന്ന ആ വീഡിയോ കാണുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും മാസും സൈസും ഏകദേശം 400 കിലോ ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ടും ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്ത് ആ കൈ കിടന്ന ഡമ്പൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ പോയിട്ടുള്ള ഒരാളാണ്. ഒരു 25 കിലോയുടെ ഡമ്പൽ നമ്മളിങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പാടാണ്. ഈ പുള്ളി പിടിക്കുന്ന ഡമ്പൽ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാണ്. ഏകദേശം 70 കിലോയുടെ ഡമ്പലാണ് ഒരു കയ്യിൽ പിടിക്കുന്നത്. അതെ, നമുക്കൊന്ന് സാധാരണ ജിമ്മിൽ പോകുന്നത് നമുക്കറിയാം, ഒന്ന് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു കാര്യം പൊക്കണമെന്ന് പറഞ്ഞാൽ. പുള്ളി അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇങ്ങനത്തെ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്? അത് പുള്ളി സമ്മതിച്ച കാര്യമാണ്. ഇപ്പം പുള്ളിയുടെ അവസ്ഥ നോക്കിക്കുക, എന്താണ് ഇപ്പോൾ കാണുന്നത്? പുള്ളി ഇപ്പം മറ്റേ ക്രച്ചസയിലാണ് നടക്കുന്നത്. പുള്ളി വെയിറ്റ് കൂടുതൽ അടിച്ച് ടെസ്ട്രോസ്ട്രോൺ ഇങ്ങനെ അടിച്ചു എന്ത് പറ്റുന്നു?
പുള്ളിയുടെ സ്പൈനെല്ലാം ഡാമേജ് ആയി. നട്ടലെന്ന് പറഞ്ഞ സാധനം പുള്ളിക്ക് അവിടെ ഇല്ല. പുള്ളിയെല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പം സർജറി ചെയ്തിട്ട് റിപ്പയർ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ബോൺസിന് പകരം മെറ്റലൊക്കെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിയോ ഞാൻ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാനല്ല നോക്കുന്നത്. ഇങ്ങനെ ഇരുന്ന ഒരാൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് വരുന്നത്. പുള്ളിയുടെ അവസ്ഥ, പുള്ളി ഏത് ലെവലിൽ ഇരുന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ പുള്ളിയുടെ അവസ്ഥ എന്താണ്? നടക്കാൻ പുള്ളി കഷ്ടപ്പെടുന്നു. പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ 3-4 സർജറി കഴിഞ്ഞിട്ട് ഡിപ്രഷനിലേക്ക് ഏകദേശമായി, എനിക്ക് ഒരിക്കലും ശരിയാവത്തില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. പയ്യെ നടക്കാനൊരു വടി പിടിച്ചെങ്കിലും നടക്കാനൊരു അവസരം വന്നപ്പോഴാണ് പുള്ളിക്കൊരു സന്തോഷം, മാനസികമായിട്ടൊരു ഭയങ്കര ഒരു ഉന്മേഷമായെന്ന് പറയുന്നത്. പുള്ളി ഇപ്പോൾ അത് റീഹാബിലിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വർക്കൗട്ടൊക്കെ ചെയ്ത് ഈ പറഞ്ഞ പോലെ വയ്യാത്ത ആൾക്കാർ ഒന്ന് ബേസിക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പല എക്സസൈസും ചെയ്യുന്നു. എന്നാലും പഴയതുപോലെ ഫുൾ ഫ്ലെഡ്ജ് നടക്കാൻ തുടങ്ങിയിട്ടില്ല. പുള്ളി ഇപ്പോഴാണെന്ന് പയ്യെ ജിമ്മിലോട്ടൊക്കെ പോയി തുടങ്ങി. പണ്ട് 70-90 കിലോ അടിച്ചുകൊണ്ടിരുന്ന ആളിപ്പോൾ 5-10 കിലോ ഒക്കെ ഇട്ട് അടിച്ച് പയ്യെ ഒന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആനബോളിക് സ്റ്റെറോയിഡ്സിൻ്റെ ദോഷം നിങ്ങൾ കണ്ടു. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് എന്താണ് ചെയ്യുന്നത്? ഈ സ്റ്റെറോയിഡ് കയറ്റുമ്പം മസിൽ മാസ് കൂടുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മസിൽ മാസ് അല്ലെങ്കിൽ ഫൈബർ ഇങ്ങനെ വളരെയധികം ബൾജായി നിൽക്കും. പക്ഷേ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കാൽഷ്യം അല്ലെങ്കിൽ ബോൺ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കണ്ടന്റ്. ഇപ്പോൾ നമ്മൾ പല പരസ്യങ്ങളും കാണുന്നുണ്ട്, സ്ത്രീകൾ ഇന്ന പ്രായം കഴിഞ്ഞ് കാൽഷ്യം സാൻഡോസ് ടാബ്ലറ്റ് കഴിക്കണം. അത് കഴിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കാൽഷ്യം കഴിക്കുമ്പം ബോൺ സ്ട്രെങ്ത് വരും. ഈ സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ ആനബോളിക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ കാൽഷ്യമാണ് വലിച്ചു കളയുന്നത്. അപ്പം കാൽഷ്യം കണ്ടന്റ് കുറയുമ്പോൾ എന്ത് പറ്റുന്നു? ബോൺ വീക്കാവും. പുറത്തുനിന്ന് കാണുമ്പോൾ ആൾ ഭയങ്കര ഹെഫ്റ്റി, കൈ അടുപ്പിക്കാൻ പറ്റില്ല, ഷർട്ട് ഇടാൻ പറ്റില്ല, ഒരു പർവ്വതം പോലൊക്കെ ഇരിക്കും. പക്ഷേ ഉള്ളിനകത്ത് എന്ത് പറ്റുന്നു? ബോണിൻ്റെ കാൽഷ്യം എല്ലാം വലിച്ചിട്ട് ആൾ ടോട്ടലി വീക്കാവുന്നു. അപ്പം ഈ പറഞ്ഞ റോണി കോൾമൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഇത്രയും വർഷങ്ങൾ ഹെവി വെയിറ്റ് അടിച്ച് സ്റ്റെറോയിഡൊക്കെ അടിച്ചിട്ട് എന്ത് സംഭവിച്ചു? ബോണിലെ കാൽഷ്യം കണ്ടന്റ് കുറയുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ബോണിന് നട്ടലിനൊക്കെ കംപ്ലീറ്റ്ലി ഡാമേജ് വന്നു. കാല് പോയി, മുട്ടിന് കംപ്ലൈൻ്റ് ആണ്, നടു പല രീതിയിൽ അതിൻ്റെ വെർട്ടിബ്ര അല്ലെങ്കിൽ പലയിടത്തും ബോൺസ് ഇല്ല, എല്ലാം മാറ്റി മെറ്റൽ പ്ലേറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ നടക്കാനുള്ള ബുദ്ധിമുട്ടും മാനസികാവസ്ഥയും മാത്രമല്ല, ഇതിനകത്ത് ഒത്തിരി ശരീരത്തിന് ഭയങ്കര ഫിസിക്കൽ പെയിൻ ഉണ്ട്. നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്തുമാത്രം വേദനയുണ്ടെന്ന്. അതൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതേപോലെ ഞാനിന്ന് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വ്യക്തികളുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഈ വീഡിയോ തീരുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇത്രയും പ്രൊഫഷണലായിട്ട് ഇത്രയും വെയിറ്റ് എടുത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു ലെവൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ ചെറുപ്പക്കാർ ഒരിക്കലും സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്ത് നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ ഓക്കെ അത്യാവശ്യം ഒരു പ്രോട്ടീൻ കഴിച്ച് നമ്മുടെ സാധാരണ ഫുഡിൽ കിട്ടുന്നതിലും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് വേണമെങ്കിൽ ഒരു ലിമിറ്റഡ് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ പൗഡറൊക്കെ കൺസ്യൂം ചെയ്യാം. അതും നല്ല പ്രോട്ടീൻ പൗഡർ, അതൊക്കെ നല്ല വിലയാണ്. പലർക്കും കാശ് മുടക്കാൻ തയ്യാറല്ല, കാശ് മുടക്കാനില്ല. ഇപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനമൊക്കെ നടക്കും, പക്ഷേ ഇങ്ങനത്തെ ദോഷങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ഇതാണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫിലിം ഇൻഡസ്ട്രിയിലെ പല ദോഷം. അല്ലെങ്കിൽ വെറുതെ ആൾക്കാരെ മണ്ടനാക്കുന്നു. അപ്പോൾ മണ്ടന ആവരുതെന്ന് ആരുടെ ആവശ്യമാണ്? പുള്ളിയുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ദോഷമുണ്ട്. ഞാൻ അടുത്തൊരു പിക്ചർ കാണിക്കാം ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പ്രോട്ടീൻ പൗഡർ, സ്റ്റെറോയിഡ്, ആനബോളിക്സ് ഒന്നും യൂസ് ചെയ്യാതെ, ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ ഒന്നും യൂസ് ചെയ്യാതെ സാധാരണ ഫുഡ് കഴിച്ചിട്ട് പ്രോട്ടീൻ പൗഡർ ഒന്നും കഴിക്കാതെ ഹെവി വെയിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും ഏകദേശം. അപ്പോൾ ഈ വ്യക്തിനെക്കുറിച്ച് പലർക്കും അറിയാം, എന്നാലും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. ഈ വ്യക്തിയുടെ പേരാണ് ബ്രൂസ് ലീ. പുള്ളിയുടെ ഫ്രണ്ട്സ് വരെ പറയുന്നതാണ് പുള്ളി ഹെവി വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു ക്രേസ് ഉള്ള ഒരാളായിരുന്നു. പക്ഷേ പുള്ളി ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യില്ല. പുള്ളി കഴിക്കുന്ന ഭക്ഷണം നല്ലപോലെ കഴിക്കുമെന്നേ ഉള്ളൂ, പുള്ളി അഡീഷണൽ ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു 5 അടി 6 ഉള്ളൊരു മനുഷ്യനാണ്. അമീർ ഖാനും എൻ്റെ അറിവിൽ ഏകദേശം 5 അടി 5, 5 അടി 6 ആ പൊക്കമേ പുള്ളിക്കുള്ളൂ. അപ്പോൾ അമീർ ഖാൻ്റെ ഡങ്കലിലെ ബോഡി ഇതേ നിങ്ങൾ കാണുന്നു. അതേ സമയത്ത് അതേ ഹൈറ്റ് ഉള്ളൊരു വേറൊരു വ്യക്തി അതേപോലെ വെയിറ്റ് അടിച്ചിട്ട് അവരുടെ ബോഡി എങ്ങനെ കാണും? അപ്പോൾ അമീർ ഖാൻ്റെയും ബ്രൂസിയുടെയും ബോഡി കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അമീർ ഖാൻ ഇതേപോലെ ആനബോളിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതല്ല നാച്ചുറലായിട്ട് സംഭവിക്കുമ്പോൾ ഈ ബ്രൂസ്ലിയുടെ ബോഡി പോലെ ഇരിക്കും. അപ്പോൾ ബ്രൂസ്ലിയുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ബ്രൂസ്ലി 40 കിലോയുടെ ഓരോ കയ്യിൽ 40 കിലോയുടെ ഡമ്പൽ എടുത്തിട്ട് ഈ പ്രസ് ചെയ്യുമായിരുന്നു. ജിമ്മിൽ പോകുന്നവർക്കറിയാം 40 കിലോ പോയിട്ട് നമുക്കൊന്ന് 25 കിലോ പോലും പൊക്കാൻ ഭയങ്കര പാടാണ്. അപ്പം 40 കിലോ പൊച്ചിട്ട് ഈ 5 അടി 6 ഉള്ള ഇത്രയും മെലിഞ്ഞൊരു മനുഷ്യൻ ചെയ്യണമെങ്കിൽ നല്ല സ്ട്രെങ്ത് വേണം. പക്ഷേ എന്നിട്ടും പുള്ളിയുടെ ശരീരം ഇരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത്? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നാച്ചുറൽ, ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ റിപ്റ്റ് അല്ലെങ്കിൽ കട്ടിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാസ്. അപ്പം നാച്ചുറലായിട്ട് നമ്മൾ ഷേപ്പ് വേണമെങ്കിൽ ബ്രൂസ്ലീനെ പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ട് മാസ് ഇരിക്കണമെങ്കിൽ നമ്മുടെ അമീർ ഖാൻ്റെ തന്നെ മംഗൽ പാണ്ഡെ സിനിമയെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നാച്ചുറലാണ് പക്ഷെ മാസും ഉണ്ട്.
പക്ഷേ ഡങ്കലി കാണുന്ന പോലെ മാസും ഉണ്ട്, ഭയങ്കര ഷേപ്പും ആണെങ്കിൽ മൂന്നാമത്തെ ഫാക്ടർ ഒരിക്കലും വരത്തില്ല, നാച്ചുറൽ അത്. ഇതാണ് ഇന്നത്തെ വീഡിയോ.